അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോഞ്ച് പോലുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ 5 മുട്ട, മൈദ, പഞ്ചസാര പൊടിച്ചെടുത്തത്, ഏലക്കായ കൂട്ടി പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ചെറിയ മുട്ട ആയതുകൊണ്ടാണ് നമ്മൾ 5 എണ്ണം എടുത്തിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങിച്ച വലിയ മുട്ടയാണെങ്കിൽ 4 മുട്ട എടുത്താൽ മതി. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 5 മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നിറച്ചെടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. അങ്ങനെ 4 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, പൗഡർ ഷുഗറാണ്. അത് ഏലക്കായ കൂട്ടി പൊടിച്ചതാണ്. 3 ഏലക്കായ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നമ്മളെ ബാറ്റർ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അര ടീസ്പൂൺ ഈസ്റ്റാണ്, അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റിന് വെക്കണം. ആ ഈസ്റ്റ് ഒന്ന് പുളിച്ച് വരുന്നവരുള്ള ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കണത് നോക്കാം. ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇഡ്ഡലി തട്ടിൽ ചെറുതായിട്ടൊന്ന് എണ്ണ ഗ്രീസ് ചെയ്തെടുക്കുക. നമ്മൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിയുടെ തട്ട് ഇതിലിറക്കി വെച്ച് കൊടുക്കാം. ഈ ബാറ്റർ നമുക്ക് ഒരു 3/4 ഭാഗം ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. നിറച്ചൊഴിച്ചു കൊടുക്കരുത്. പൊന്തി വരുമ്പോൾ ആകെ പരന്നു പോവും. ഇനി രണ്ടാമത്തെ തട്ടും വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാ കുഴിയിലും നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് ആവി കയറ്റിയെടുക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. റെസ്റ്റിന് വെക്കുന്ന 1 മണിക്കൂർ സമയം മാത്രമേ നമുക്ക് റെസ്റ്റ് ടൈം വരുന്നുള്ളൂ. നല്ല പഞ്ഞി പോലെ നമുക്ക് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.